മീനിനൊക്കെ ഇപ്പം എന്തോ വിലയാണല്ലേ. ഇവിടെ മീനൊക്കെ വന്നിട്ട് ഒരുപാട് ദിവസമായി. ഇപ്പം ഇതൊരു ഓർമ്മ പുതുക്കലാണ്. കുറേ നാൾ മുമ്പ് കുറച്ച് കൊഞ്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കൊച്ചു ചെറിയ കൊഞ്ച് കേട്ടോ. അപ്പോൾ അത് കറി വെച്ചൊരു വീഡിയോ കിടന്നതെടുത്ത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതെങ്കിലും കണ്ടുകൊണ്ട് ഇച്ചിരി ചോറുണ്ടാവില്ല. അപ്പോൾ രാവിലെ ഞാൻ ഇച്ചിരി കടലക്കറി വെച്ചിട്ടുണ്ടായിരുന്നു, ദോശയും കടലയുമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കൊഞ്ച് നന്നാക്കണം. ഇത് കൊഞ്ചാണെന്ന് പറഞ്ഞാൽ കൊഞ്ച് തന്നെ വന്നിട്ട് അടിക്കും, കാരണം അത്രയ്ക്ക് ചെറിയ കൊഞ്ചായിരുന്നു കേട്ടോ. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ നല്ല പണിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തേങ്ങ പൊട്ടിച്ച്, അപ്പോൾ കൊഞ്ചിൻ്റെ തോടെല്ലാം നുള്ളിക്കിണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് തേങ്ങ ഒരെണ്ണം പൊട്ടിച്ചിട്ട് അത് തിരുമ്മി വറക്കാം. അപ്പോൾ അടുപ്പിൻ്റെ അവിടെ നിന്ന് തേങ്ങ വറക്കുകയും ചെയ്യാൻ, കൊഞ്ചിൻ ക്ലീനിങ്ങും നടക്കുമല്ലോ. അപ്പോൾ ഒരു സമയം രണ്ട് ജോലി. അങ്ങനെ നമ്മൾ തേങ്ങ വറക്കുകയാണ്. അപ്പം നമ്മൾ തീയിലാണ് കൊഞ്ച് വെക്കുന്നത്. പക്ഷേ ഇവിടെ പിള്ളേർക്ക് കൊഞ്ച് തീയൽ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടി കുറച്ചെടുത്ത് റോസ്റ്റ് പോലെ വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കൊഞ്ച് തീയലിന് നമ്മൾ തേങ്ങായും മഞ്ഞപ്പൊടിയും കുറച്ച് എന്തുവാ പെരുംജീരകവും ഉലുവായും പിന്നെ കറിവേപ്പിലയും ചെറിയ ഉള്ളിയും മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഈ കൊഞ്ചിൻ്റെ മേൽഭാഗത്ത് ചെറിയൊരു സൈസ് കുടലുണ്ട് കേട്ടോ, അതെടുത്ത് മാറ്റണം, ഇല്ലെങ്കിൽ കൊഞ്ചിന് കയ്പ്പ് വരും, അത് കൊള്ളത്തുമില്ലല്ലോ. അങ്ങനെ അതാണ് ഈ കൊഞ്ച് ക്ലീനിങ്ങിൻ്റെ ഏറ്റവും നല്ലൊരു പാടുപെട്ട പണി. അപ്പോൾ ഞാനൊരു പിച്ചാത്തി പഴയതെടുത്തിട്ട് അതിട്ട് ശരിയാക്കിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തേങ്ങയും വറുത്തെടുത്ത് മൂപ്പിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊഞ്ചെല്ലാം ക്ലീൻ ചെയ്ത് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചട്ടിയൊക്കെ ചൂടാക്കി അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ തേങ്ങാക്കൊത്ത് ഇടണം കേട്ടോ. ഈ തീയലിന് തേങ്ങാക്കൊത്തൊക്കെ ഇടുമ്പോഴാണ് അതിൻ്റെ അത് നല്ല ടേസ്റ്റ് വരുന്നത്. എന്നിട്ട് നമ്മൾ ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക, വയറ്റി എടുക്കുക കേട്ടോ. പിന്നെ തക്കാളി ഉണ്ടെങ്കിൽ തക്കാളിയും കൂടി ഇടണം. എന്നിട്ട് വടക്കമ്പുളിയൊക്കെ ഇടണം. അത് അരപ്പ് കലക്കി ഒഴിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ അടിപൊളി കൊഞ്ച് തീയൽ റെഡിയായി. അപ്പം നമുക്ക് ചോറുണ്ടാലോ. പിന്നെ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.